Hi, and welcome to another brand new lesson on biochemistry. അപ്പം ഇതിൽ നമ്മൾ പ്രോട്ടീൻസിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ എൻറ്റയർ ലെസൺ. അപ്പം നമുക്ക് സിലബസിൽ തന്നിട്ടുള്ള ടോപ്പിക്സും സബ് ടോപ്പിക്സും ഇതാണ്. പ്രോട്ടീൻസ് ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്, ക്ലാസിഫിക്കേഷൻ, പ്രോട്ടീൻസിൻ്റെ പ്രോപ്പർട്ടീസ്, സോഴ്സസ്, അതിൻ്റെ ബയോളജിക്കൽ റോൾ, ബയോളജിക്കൽ വാല്യൂ, മെറ്റബോളിസം, ഡെഫിഷ്യൻസി ഡിസീസസ് ആൻഡ് ഇൻബോൺ എറേഴ്സ്. ഇത്രയും സബ് ടോപ്പിക്സ് ആണ് നമുക്ക് പ്രോട്ടീനെ കുറിച്ച് എന്താ പറയേണ്ടത് ഈ ഒരു എക്സാമിന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ. അപ്പം പ്രോട്ടീൻസിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാനാണെങ്കിൽ, പ്രോട്ടീൻസ് ആർ ലാർജ് കോംപ്ലെക്സ് മോളിക്യൂൾസ് കമ്പോസ്ഡ് ഓഫ് ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ്. ഒരു ബ്രീഫ് ഡെഫിനിഷൻ നമുക്ക് അങ്ങനെ പറയാം. അപ്പം അമിനോ ആസിഡ്സിൻ്റെ ഒരു ചെയിനാണ്, കോംപ്ലെക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്, ആൻഡ് ദ മോളിക്യൂൾസ് ആർ ലാർജ്. ഇത്രയാണ് പ്രോട്ടീൻസിനെ കുറിച്ച് നമുക്കൊരു ഡെഫിനിഷൻ എന്ന നിലയിൽ നമുക്ക് ഓർത്ത് വെക്കാനാണെങ്കിൽ ദിസ് ഇസ് വാട്ട് യു നീഡ് ടു തിങ്ക് ഓഫ്. സോ വൺസ് അഗെയിൻ, പ്രോട്ടീൻസ് ആർ ലാർജ് കോംപ്ലെക്സ് മോളിക്യൂൾസ് മെയ്ഡ് അപ്പ് ഓഫ് ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഈ ലാർജ് കോംപ്ലെക്സ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അത് എസെൻഷ്യൽ ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസ് ആണ് നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, ആൻഡ് ഈ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ക്വിക്കായിട്ടൊന്ന് നോക്കിയാൽ, ദേ ഫങ്ഷൻ ആസ് എൻസൈംസ്, ഓക്കെ, ദേ ഫങ്ഷൻ ആസ് ഹോർമോൺസ് ആൻഡ് സ്ട്രക്ചറൽ കമ്പോണൻസ് ആയിട്ടത് ഫങ്ഷൻ ചെയ്യും, ആൻറ്റിബോഡീസ് ആയിട്ടത് ഫങ്ഷൻ ചെയ്യും. അങ്ങനെ തുടരുന്നു അതിൻ്റെ ഫങ്ഷൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ. അപ്പം ഓരോ പ്രോട്ടീനിൻ്റെയും സ്ട്രക്ചർ ആൻഡ് അതിൻ്റെ ഫങ്ഷൻ അത് തീരുമാനിക്കുന്നത് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് അല്ലെങ്കിൽ കമ്പോസ്ഡ് ഓഫ് ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ് തന്നെ, ആ ചെയിനിൻ്റെ സീക്വൻസ്, ഓരോ ചെയിനിനും ഓരോ സ്പെസിഫിക് സീക്വൻസ് ആണുള്ളത്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് ആണ് ആ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും തീരുമാനിക്കുന്നത്. ഓക്കെ, നൗ റൈറ്റ്, ഇത്രയുമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. നൗ ലെറ്റ് us ലുക്ക് അറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻസിനെ നമുക്ക് എന്താ പറയണ്ടേ, അവരുടെ അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അമിനോ ആസിഡ് കെമിക്കൽ സ്ട്രക്ചർ, അമിനോ ആസിഡ് കമ്പോസിഷൻ, ഷേപ്പ് ആൻഡ് സോല്യൂബിലിറ്റി. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷനെ നിർണ്ണയിക്കുന്നത്? ഒന്ന് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ, പിന്നെ അതിൻ്റെ അമിനോ ആസിഡ് കോമ്പോസിഷൻ, പിന്നെ അതിൻ്റെ ഷേപ്പ് ആൻഡ് അതിൻ്റെ സോല്യൂബിലിറ്റി. ഓക്കെ, ഈ ഓരോ ക്ലാസിഫിക്കേഷനും നമുക്കൊരു ഇൻസൈറ്റ്സ് തരികയാണ് ഇൻ ടു ദ പ്രോട്ടീൻസ് ഫങ്ഷൻ, അതിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് അതിൻ്റെ ഇൻറ്ററാക്ഷൻ വിത്ത് അതർ ബയോമോളിക്യൂൾസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറച്ച് കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി ഒന്ന് നോക്കാം. അപ്പോൾ ഇഫ് യു സീ ഈ കെമിക്കൽ സ്ട്രക്ചർ, ഈ പ്രോട്ടീനിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സിഗ്നിഫിക്കൻ്റ്ലി അത് വേരി ചെയ്യും എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് അവരെ എന്താ പറയേണ്ടത്, സിമ്പിൾ, കോൺജുഗേറ്റഡ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന 3 ക്ലാസിഫിക്കേഷനിൽ പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പം സിമ്പിൾ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്, അല്ലെങ്കിൽ ഡിവൈഡഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ആക്ച്വലി ഈ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദ പ്രസൻസ് ഓഫ് ഓൺലി അമിനോ ആസിഡ്സ് ഓർ അഡീഷണൽ നോൺ പ്രോട്ടീൻ കമ്പോണൻസ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആണോ, കോൺജുഗേറ്റഡ് ആണോ, ഡിറൈവ്ഡ് ആണോ എന്ന് നമുക്ക് തീരുമാനിച്ച് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നതിന് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ അമിനോ ആസിഡ്സിൻ്റെ പ്രസൻസും, അത് അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു നോൺ പ്രോട്ടീൻ കമ്പോണൻസിനെ ബേസ് ചെയ്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത്. സോ സിമ്പിൾ പ്രോട്ടീൻസ് എന്താണ്? സിമ്പിൾ പ്രോട്ടീൻസ് എന്നുള്ളത്, സിമ്പിൾ പ്രോട്ടീൻസ് അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ സോൺലി അമിനോ ആസിഡ്സ് വിത്തൗട്ട് എനി അഡീഷണൽ പ്രോസ്തറ്റിക് അല്ലെങ്കിൽ നോൺ പ്രോട്ടീൻ ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആകെ അമിനോ ആസിഡ്സ് മാത്രമാണുള്ളത്. അതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള പ്രോസ്തറ്റിക് ഒന്നുമില്ല, അതായത് നോൺ പ്രോട്ടീൻ ഗ്രൂപ്പ്സ് ഒന്നുമില്ല എന്നുള്ളതാണ്.
അപ്പൊ ഈ സിമ്പിൾ പ്രോട്ടീൻസ് ക്യാൻ ബി ഹൈഡ്രോലൈസ്ഡ്. അത് ഹൈഡ്രോലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ yield ഓൺലി അമിനോ ആസിഡ്സ്. അതിൽ നിന്ന് അമിനോ ആസിഡ്സ് ഡിറൈവ് ചെയ്യാനായിട്ട് ഹൈഡ്രോലൈസ് ചെയ്താൽ ദീസ് പ്രോട്ടീൻസ് വിൽ പ്രൊവൈഡഡ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാനാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ദാറ്റ് വി ഹാവ് ഹിയർ ഇസ് ആൽബുമിൻ. ആൽബുമിൻസിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ സോള്യുബിൾ ഇൻ വാട്ടർ. ആൽബുമിൻ എഗ്ഗിൽ അത് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൽബുമിൻ സോള്യുബിൾ ഇൻ വാട്ടർ ആണ് ആൻഡ് കോമൺലി ഫൗണ്ട് ഇൻ എഗ്ഗിൻ്റെ വൈറ്റ്സിൽ, എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അതിനകത്ത്, ആൻഡ് ബ്ലഡ് പ്ലാസ്മയിലും ഈ ആൽബുമിൻ അവൈലബിൾ ആണ്. ഇപ്പം ആൽബുമിൻ്റെ എന്താണ് അതിൻ്റെ ഒരു റോൾ അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് അറ്റ് ദ സെയിം ടൈം ചെറിയ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഈ ആൽബുമിൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ സിമ്പിൾ പ്രോട്ടീൻസിൽ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഗ്ലോബുലിൻസ്. ഇപ്പൊ ഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് ഈ ആൽബുമിനു ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സോല്യൂബിലിറ്റി കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. ഈ ഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് നമുക്കതിനകത്ത് ബ്ലഡ് പ്ലാസ്മയിൽ കിട്ടും. ആൻഡ് അതിൻ്റെ ഒരു പ്രധാന റോൾ എന്ന് പറയുന്നത് ആൻറ്റിബോഡീസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക, ഇമ്മ്യൂണിറ്റി തരിക എന്നുള്ളതാണ് ഗ്ലോബുലിൻസിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. Then we have, protamines and, histones. Protamines and histones, highly basic proteins are. Okay. And they are also associated with nucleic acids. Nucleic acids ആയിട്ടാണ് ഇത് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോൺസ് എന്താ ചെയ്യുന്നത്? ദേ ഹെൽപ്പ് പാക്കേജ് DNA ഇൻ ദ സെൽ ന്യൂക്ലിയസ്. ഹിസ്റ്റോൺസ് അതാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത് സിമ്പിൾ പ്രോട്ടീൻസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. സിമ്പിൾ പ്രോട്ടീൻസിൽ എന്താ അമിനോ ആസിഡ്സ് മാത്രമാണ് ഉള്ളത് ആൻഡ് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴത്തേക്ക് വി ഗെറ്റ് ഓൺലി അമിനോ ആസിഡ്സ് എന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കിയത് ആൽബുമിൻസ്, ഗ്ലോബുലിൻസ്, പ്രോട്ടമീൻസ് ഓർ പ്രോട്ടമൈൻസ് ആൻഡ് ഹിസ്റ്റോൺസ്. ഇനി കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ക്വിക്ക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they consist of amino acids and one or more non-protein parts called prosthetic groups. അപ്പോൾ ഈ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള പാർട്സിനെയാണ് നമ്മളിവിടെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അമിനോ ആസിഡ്സും ഉണ്ട് ആൻഡ് വൺ ഓർ മോർ നോൺ പ്രോട്ടീൻ പാർട്സും ഉണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സും ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഈ നോൺ പ്രോട്ടീൻ പാർട്സ് എന്തുകൊണ്ട് അത് അവിടെ ആവശ്യമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ എസെൻഷ്യാലിറ്റി നമ്മൾ നോക്കിയാൽ ടു ആ ഒരു പ്രോട്ടീനിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ഫങ്ഷനെ എന്താ പറയുക ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എന്താ പറയുക നോൺ പ്രോട്ടീൻ പാർട്സ് അവിടെ വേണം എന്നുള്ളതാണ്. ആൻഡ് ദേ ഓഫൻ ഡിറ്റർമിൻ ദ പ്രോട്ടീൻസ് ബയോളജിക്കൽ ആക്ടിവിറ്റി. അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയും ഈ നോൺ പ്രോട്ടീൻ പാർട്സിനെ ബേസ് ചെയ്തായിരിക്കും വരിക. അപ്പം ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് വൺ ദാറ്റ് വി ഹാവ് ഹിയർ ഇസ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഇപ്പോൾ ഗ്ലൈക്കോപ്രോട്ടീൻസിനകത്ത് കാർബോഹൈഡ്രേറ്റ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ. ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻസ് ആൻഡ് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ റോൾ എന്ന് പറയുന്നത് ഇൻ സെൽ സിഗ്നലിംഗ് ആൻഡ് ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസസിലാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, ലിപ്പോപ്രോട്ടീൻസ്. ഓക്കെ, നമ്മൾ HDL, LDL എന്നൊക്കെ പറയുന്നത് ലിപ്പോപ്രോട്ടീൻസ്. അപ്പോൾ അതിനകത്ത് ലിപ്പിഡ് കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, ഈ ലിപ്പിഡ് കമ്പോണൻസ് ഉണ്ട് ആൻഡ് ഈ കമ്പോണൻസിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇസ് എഗെയിൻ ഫോർ ട്രാൻസ്പോർട്ടിങ് ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സ്. ബ്ലഡ് സ്ട്രീമിലൂടെ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ദെൻ വി ഹാവ് ന്യൂക്ലിയോ പ്രോട്ടീൻ. ഇപ്പം ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ന്യൂക്ലിയിക് ആസിഡ്സ് ഉണ്ട്, DNA അല്ലെങ്കിൽ RNA, DNA ഓർ RNA ആൻഡ് പ്രോട്ടീൻസ് അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ഈ കോംപ്ലക്സസ് എന്ന് പറയുന്നത് ദീസ് ആർ റിക്വയർഡ് ഫോർ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോറേജ്. അപ്പോൾ DNA, RNA എന്ന് പറയുമ്പോഴത്തേക്ക് ജനറ്റിക് ഇൻഫർമേഷനിൻ്റെ സ്റ്റോറേജും അതിൻ്റെ എക്സ്പ്രഷൻസും ഇതിനകത്ത് വരുന്നു. ഫോർ എക്സാമ്പിൾ റൈബോസോംസ് ആൻഡ് ക്രോമാറ്റ്, റൈറ്റ്. ആൻഡ് ദെൻ വി ഹാവ് മെറ്റാലോപ്രോട്ടീൻസ്. അപ്പോൾ മെറ്റാലോപ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ദേ ഇൻകോർപ്പറേറ്റ് മെറ്റൽ അയേൺസ് ലൈക്ക് അയേൺ ഓർ കോപ്പർ എന്നുള്ളതാണ്. അത് അതിൻ്റെ കൂട്ടത്തിലുണ്ടാകും. അപ്പം ഹീമോഗ്ലോബിൻ അതിനകത്ത് അയേൺ ഉണ്ട്, അത് ഒരു മെറ്റാലോ പ്രോട്ടീനാണ്.
ആൻഡ് സൈറ്റോക്രോം എൻസൈംസ് ഒന്ന് നോക്കിയേ. ഹീമോഗ്ലോബിൻ അതിനകത്ത് അയണും ഉണ്ട്, അതേപോലെ സൈറ്റോക്രോം എൻസൈംസും ഉണ്ട്. ആൻഡ് ദീസ് ആർ ഇൻവോൾവ്ഡ് അഗെയിൻ ഇൻ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ഡ്യൂറിങ് സെല്ലുലാർ റെസ്പിറേഷൻ. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത് ആദ്യ ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. ഇപ്പൊ ഡിറൈവ്ഡ് പ്രോട്ടീൻസിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദീസ് ആർ ഫോംഡ് ബൈ ദ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ഓഫ് സിമ്പിൾ ഓർ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഒന്നുകിൽ സിമ്പിളിൽ നിന്ന് അല്ലെങ്കിൽ കോൺജുഗേറ്റഡിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ ഡിറൈവ്ഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ഒരു പാർഷ്യൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് അവിടെ നടക്കുന്ന ഓഫ് ഈദർ ദ സിമ്പിൾ ഓർ ദ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്, അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻസ് ആണ് ഈ ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീസ് ആർ നോട്ട് ഫങ്ഷണൽ. അതിൻ്റെ ആ ഒരു നേറ്റീവ്, അതിൻ്റെ ഒറിജിനൽ ബയോളജിക്കൽ സ്റ്റേറ്റിൽ ഇത് ഫങ്ഷണൽ അല്ല എന്നുള്ളതാണ്. ആൻഡ് യൂഷ്വലി സ്മോളർ പെപ്റ്റൈഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ആണ് ഈ ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഫ്രാഗ്മെന്റ്സ് ഓഫ് പെപ്റ്റൈഡ്സ്, സ്മോൾ ഫ്രാഗ്മെന്റ്സ് ഓഫ് പെപ്റ്റൈഡ്സ് എന്ന്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. വി ഹാവ് പെപ്റ്റോൺസ് ഹിയർ, വി ഹാവ് പ്രോട്ടോസിസ് ആൻഡ് വി ഹാവ് പോളിപെപ്റ്റൈഡ്സ്. അപ്പോൾ പെപ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഒരു പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് പ്രോട്ടീൻസിലൂടെയാണ് ഈ പെപ്റ്റോൺസ് ഫോം ചെയ്യുന്നത്. ആൻഡ് പലപ്പോഴും ഇത് മൈക്രോബയോളജിയിൽ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വി ലേൺ ആസ് എ ന്യൂട്രിയൻ സോഴ്സ് ഫോർ മൈക്രോബിയൽ കൾച്ചേഴ്സ്. മൈക്രോബിയൽ കൾച്ചേഴ്സിൻ്റെ ഒരു ന്യൂട്രിയൻ സോഴ്സ് ആണ് ഈ പെപ്റ്റോൺസ് എന്ന് പറയുന്നത്. സോ പ്രോട്ടിയോസിസ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്സ് എന്ന് പറയുമ്പോഴോ ഇത് ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ഓഫ് പ്രോട്ടീൻ ഡൈജഷൻ ആണ്. പ്രോട്ടീൻ ഡൈജഷൻ്റെ ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അവർ മെയിൻലി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ആ ഗ്രോത്ത് ആൻഡ് റിപ്പയറിന് ആവശ്യമുള്ള അമിനോ ആസിഡ്സ് ഇതിനകത്ത് നിന്ന് ലഭിക്കും വെൻ ദേ ആർ ഫർദർ ബ്രോക്കൺ ഡൗൺ. അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ പാർട്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. ആൻഡ് എന്തിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇത്? ഇത് കെമിക്കൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ നോക്കിയത്. അപ്പം എങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻസ് പ്രോട്ടീൻസിന് വരാം? കെമിക്കൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ വരാം, അമിനോ ആസിഡ്സിന്റെ കോമ്പസിഷൻ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ വരാം, അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്ത് അതിന്റെ സോള്യൂബിലിറ്റിയെ ബേസ് ചെയ്ത് ഉള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇപ്പം നമ്മൾ നോക്കിയത് അതിന്റെ കെമിക്കൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ഇവിടെയുണ്ട്. സിമ്പിൾ, കോൺജുഗേറ്റഡ് ആൻഡ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്നുള്ളതാണ് ആ ഒരു 3 ക്ലാസിഫിക്കേഷൻ അവിടെ വരിക. നൗ നമുക്ക് ആ ഒരു അമിനോ ആസിഡ് കോമ്പസിഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്താ പറയണ്ടേ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാ അത് വരും എന്നുള്ള. അപ്പോൾ പ്രോട്ടീൻസിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ദേ കണ്ടെയ്ൻ എന്നുള്ളത്. അപ്പോൾ ഈ ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പം പ്രത്യേകിച്ചും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓൺ എസെൻഷ്യാലിറ്റി ഫോർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് മെറ്റബോളിസം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും ശരിക്കും പറയാം. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ബോഡിയിൽ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ, അപ്പോൾ എസെൻഷ്യാലിറ്റി എന്നാണ് ശരിക്കും നമ്മൾ ഇതിനെ ഇവിടെ ഈ പറയുന്നത്. സോ എന്താണ് ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്? സോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയേ. കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി, മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ് ത്രൂ ഡയറ്റ്. ഇവിടെയാണ് ഇത് ഡയറ്റീഷ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഈ അമിനോ ആസിഡ്സിനെ സിന്തസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവില്ല. അത് ഇല്ലാത്തതുകൊണ്ട് അത് ഡയറ്ററി ഇൻടേക്കിലൂടെ തന്നെ ആ അമിനോ ആസിഡ്സ് നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ്. ഇനി ഈ അമിനോ ആസിഡ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ദേ ആർ ക്രൂഷ്യൽ എന്തിനൊക്കെ? പ്രോട്ടീൻ സിന്തസിസിന്, ടിഷ്യൂ റിപ്പയറിന് ആൻഡ് പലതരത്തിലുള്ള മെറ്റബോളിക് പ്രോസസ്സസ് നടക്കുന്നതിന് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് നമുക്കൊന്ന് നോക്കാം. മൊത്തത്തിൽ there are 9 essential amino acids that the human body അല്ലെങ്കിൽ that the body needs. അതിൻ്റെ നെയിംസ് ആണ് ഇവിടെ എക്സാമ്പിൾസിൽ കൊടുത്തിരിക്കുന്നത്. ലൈസീൻ, ലൂസീൻ, വാലൈൻ, മെത്തിയോണിൻ, ത്രിയോണിൻ ആൻഡ് ഫിനാലനൈൻ ആൻഡ് ഹിസ്റ്റഡൈൻ ആൻഡ് ഐസോലൂസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇതാണ് നമുക്ക് വേണ്ട 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. ആൻഡ് ഇതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് ആനിമൽ പ്രോട്ടീൻസിലൂടെ കിട്ടും. അതായത് മീറ്റ്, എഗ്സ്, ഡയറി പ്രോഡക്ട്സിലൂടെ
ആൻഡ് കോംപ്ലിമെൻ്ററി പ്ലാന്റ് സോഴ്സസിൽ നിന്നും നമുക്കിത് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ആനിമൽ പ്രോട്ടീൻസ് ആണ് ഇതിന് എന്താ പറയേണ്ടത്, ജനറലി നമുക്ക് ഓൾമോസ്റ്റ് ആ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നമുക്കതവിടെ കിട്ടുക. പ്ലാന്റ് സോഴ്സസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംടൈംസ് വി മേ നീഡ് ടു കമ്പൈൻ മീറ്റ് ഓൾസോ അവർ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിന്. നമുക്ക് ഈ ഓരോ അമിനോ ആസിഡ്സിൻ്റെ ഫങ്ഷൻസും കൂടെ എന്താണെന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കി പോകാം. അപ്പോൾ ലൈസിൻ ആദ്യത്തേത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസും ടിഷ്യൂ ഗ്രോത്തിലും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. Now this is important for the production of enzymes, hormones and antibodies. അപ്പോൾ നോക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്ന് നോക്കുക. ആൻഡ് ആ ഒരു കാൽഷ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. കൊളാജൻ ഫോർമേഷന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ കൊളാജൻ ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബോൺസും സ്കിൻസും കാർട്ടിലേജും ഒക്കെ വരിക. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ഇറ്റ് പ്രിവെൻറ്റ്സ് കോൾഡ് സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോൾഡ് സോഴ്സ് എന്ന് പറയുന്നത് ഇസ് കോസ്ഡ് ബൈ ഹെർപ്പീസ് വൈറസ് ആൻഡ് ആ ഒരു ഇമ്മ്യൂൺ ഫങ്ഷനെ അത് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തത് ലൂസീൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസിൽ ഗ്രോത്തും അതിൻ്റെ റിപ്പയറുമാണ് ഈ ലൂസിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ബ്ലഡ് ഷുഗർ ലെവൽസ് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഈ ലൂസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡ് എനർജി ഡ്യൂറിങ് എക്സസൈസ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പലപ്പോഴും അത്ലറ്റ്സ് ഇത് യൂസ് ചെയ്യാറുണ്ട് അവരുടെ ഒരു മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട്. ആൻഡ് മസിൽ ബ്രേക്ക് ഡൗൺ പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ അത്ലറ്റ്സ് ഇത് പലപ്പോഴും സപ്ലിമെൻറ്റ്സ് ആയിട്ടൊക്കെ എടുക്കാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തേത് വാലൈൻ ഓ വാലീൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻ എഗെയിൻ മസിൽ ഗ്രോത്തിന് ഇത് ആവശ്യമാണ് ആൻഡ് റിപ്പയർ ആൻഡ് എനർജി പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു മെൻ്റൽ ഫോക്കസ് നിലനിർത്തുന്നതിനും ഈ ഒരെണ്ണം നമ്മളെ സഹായിക്കുന്നു. ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കൊക്കെ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ഹാവ് മെത്തിയോണിൻ. അപ്പോൾ മെത്തിയോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ പ്രൊവൈഡ് സൾഫർ ആൻഡ് സൾഫർ ഇസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് പ്രോട്ടീൻസ്, DNA ആൻഡ് ആൻറ്റി ഓക്സിഡൻസ്. അതിന് സൾഫർ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഫാറ്റ് മെറ്റബോളിസത്തിൽ സഹായിക്കുന്നത്. അപ്പം ലിവറിൽ ഫാറ്റ് മെറ്റബോളിസം നടക്കുന്നതിന് ഈ ഒരു എന്താ പറയേണ്ടത് മെത്തിയോണിൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ, നെയിൽസ്, ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഡീടോക്സിഫൈ ഹാംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ദ ലിവർ. ഡീടോക്സിഫിക്കേഷനും ഇത് സഹായിക്കുന്നു. Then we have the threonine. ഈ ത്രയോണിൻ അഞ്ചാമത്തത്, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അത് എ മേജർ പാർട്ട് ഓഫ് കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ. ത്രയോണിൻ അതിൻ്റെ ഒരു മേജർ പാർട്ടാണ്. ആൻഡ് ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കിൻ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസ് എന്നുള്ളത്. ഇമ്മ്യൂൺ ഫങ്ഷനും അത് സഹായിക്കുന്നുണ്ട്. ഫാറ്റ് മെറ്റബോളിസത്തിനും ഇത് റിക്വയർഡ് ആണ്. വീണ്ടും ഹെൽത്തി സ്കിൻ, ടീത്ത്, ഡൈജസ്റ്റീവ് ഫങ്ഷൻ ഒക്കെ നല്ലപോലെ നടക്കുന്നതിന് ഈ ത്രിയോണിൻ വേണം. ആറാമത്തത് ഫിനൈൽ അലാനിൻ. ഓക്കെ, അപ്പം അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇറ്റ് ആക്ട്സ് ആസ് എ പ്രീകേഴ്സർ ഫോർ ഇമ്പോർട്ടൻറ്റ് മോളിക്യൂൾസ് ലൈക്ക് ഡോപ്പമിൻ ആൻഡ് എപ്പിനിഫെറിൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദാറ്റ് റെഗുലേറ്റ് മൂഡ് ആൻഡ് അലേർട്ട്നെസ് എന്നുള്ളത്. പ്രീകേഴ്സർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഡോപ്പമിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് ഇത് ആവശ്യമാണ് എന്നുള്ളതാണ്. ആൻഡ് തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യുക, പെയിൻ റെഡ്യൂസ് ചെയ്യുക, അതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. Now if you look at histidine or histidine, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റമിൻ. അപ്പോൾ ഹിസ്റ്റമിൻ എന്താ പറയണ്ടേ, വീണ്ടും ഇമ്മ്യൂൺ റിസ്പോൺസിൽ അത് പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ഡൈജഷനും നമ്മുടെ ആ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹിസ്റ്റഡിൻ ഓർ ഹിസ്റ്റഡൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഹിസ്റ്റമിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിസ്റ്റഡൈൻ വേണം. ആൻഡ് ദെൻ വി ഹാവ് നമ്പർ 8 ഐസോലൂസീൻ. അപ്പം ഐസോലൂസീൻ ഇസ് ഇൻവോൾവ്ഡ് ഇൻ മസിൽ മെറ്റബോളിസം ആൻഡ് എനർജി പ്രൊഡക്ഷൻ. അപ്പം മസിലിലെ മെറ്റബോളിസവും എനർജി പ്രൊഡക്ഷനിലും ഇത് ഇൻവോൾവ്ഡ് ആണ്. ആൻഡ് എന്താ പറയണ്ടേ, ഇമ്മ്യൂൺ ഫങ്ഷൻ, അതേപോലെ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ,
മുറിവുകൾ ഉണ്ടായാൽ ആ ഒരു ഹീലിങ്ങിന്, വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, എഗെയിൻ മസിലിൻ്റെ റിപ്പയർ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് എനർജി ലെവൽസ് ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് 9ാമത്തത് ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ എഗെയിൻ ഒരു പ്രീകേഴ്സർ ആണ് ഫോർ സെറോട്ടിനിൻ. സെറോട്ടിനിൻ മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എഗെയിൻ അത് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ്, സ്ലീപ്പ്, ആപ്പിറ്റൈറ്റ്, വിശപ്പ്, അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഈ സെറോട്ടിൻ എന്ന് പറയുന്നത്. ഓക്കെ, സെറോട്ടിനിൻ, റൈറ്റ്. അപ്പോൾ ട്രിപ്റ്റോഫാൻ ഇസ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സെറോട്ടിനിൻ. അപ്പോൾ ഈ എഗെയിൻ അപ്പോൾ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കൂടി വരുന്നത്, വീണ്ടും മൂഡ് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത്, ആ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഒന്ന് പറയേണ്ടത് റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, സോ ദാറ്റ്സ് ടു ഡു വിത്ത് ദി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഞാൻ ജസ്റ്റ് ആ ഒരു 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണ് എന്ന് പറഞ്ഞു പോയതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്കുണ്ട് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ശരീരത്തിന് ആവശ്യമില്ലാത്തതും എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കരുത്. ഈ അമിനോ ആസിഡ്സ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്കത് വെളിയിൽ നിന്ന് കിട്ടണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. അതുകൊണ്ടാണത് എസെൻഷ്യൽ. ഇപ്പം നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഡയറ്റിൽ നിന്ന് വരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ദേ ആർ സിന്തസൈസ്ഡ് ബൈ ദ ബോഡി. ആൻഡ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇസ് ഫോർ ദി മെറ്റബോളിസം. അപ്പോൾ ഡയറ്റിൽ നിന്നല്ല ഇത് ഡയറക്റ്റ്ലി വരുന്നത്, പക്ഷേ എന്താ പറയേണ്ടത്, നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ആകുന്ന, ആൻഡ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് പലതരത്തിലുള്ള മെറ്റബോളിക് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഇത് പ്രധാനപ്പെട്ടതാണ്. ഒരുപാടധികം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. പക്ഷെ കുറച്ച് പ്രധാനപ്പെട്ടത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ഹിയർ അലാനിൻ, സെറീൻ, എസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടമിക് ആസിഡ്, ഇങ്ങനെയൊക്കെ. ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ പ്രധാന റോൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രോട്ടീൻ സിന്തസിസിന് ഇത് ആവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണം, ടിഷ്യൂ റിപ്പയറിന് വേണ്ടിയിട്ട് വേണം, ആൻഡ് എൻസൈം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വേണം. അപ്പോൾ ആ പ്രോട്ടീൻ സിന്തസിസിന് ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചില നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ഫോർ എക്സാമ്പിൾ ഗ്ലൂട്ടമിക് ആസിഡ്, they act as neurotransmitters. Neurotransmitters നമുക്കറിയാമല്ലോ, നമ്മുടെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണല്ലേ ഇൻ ദ ബ്രെയിനിൽ. അപ്പോൾ ആ ഒരു ന്യൂറോ ട്രാൻസ്മിഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടമിക് ആസിഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു GABA. ഈ GABA ആണ് ബ്രെയിനിൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റബോളിക് ഫങ്ഷൻസും ഇതിനുണ്ട്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന് ആ ഒരു എനർജി പ്രൊഡക്ഷനിൽ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിലും മറ്റ് പല കെമിക്കൽ റിയാക്ഷൻസിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് നമുക്കിപ്പോൾ കടക്കണമെന്നില്ല, കാരണം ജസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. റൈറ്റ്. ഇനി അടുത്ത ഒരു അതായത് ഈ അമിനോ ആസിഡ് കമ്പോസിഷനിൽ ഒന്ന് എസെൻഷ്യൽ, മറ്റൊന്ന് നോൺ എസെൻഷ്യൽ, ആൻഡ് വി ഓൾസോ ഹാവ് കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നുള്ളത്. അപ്പോൾ ഇതെന്താ കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്? സിന്തസൈസ്ഡ് നോർമലി, നോർമൽ സിന്തസിസും നടക്കുന്നു, ബട്ട് റിക്വയർഡ് ഇൻ ഹയർ എമൗണ്ട്സ് ഡ്യൂറിങ് സ്ട്രെസ്, ഇൽനെസ് ഓർ ഇഞ്ചറി. അപ്പോൾ കണ്ടീഷൻ അതാണ്. ഒന്നുകിൽ സ്ട്രെസ് എന്നുള്ള ആ ഒരു ഇത്, അല്ലെങ്കിൽ ഇൽനെസ്, അല്ലെങ്കിൽ ഇഞ്ചുറി. അപ്പോൾ അതാണ് കണ്ടീഷൻ. സോ ഇഫ് യു ആർ അണ്ടർ സ്ട്രെസ് യു നീഡ് ഹയർ എമൗണ്ട് ഓഫ് ദിസ് എസെൻഷ്യൽ, കണ്ടീഷണലി എസെൻഷ്യൽ. അപ്പോൾ കണ്ടീഷൻ അതാണ്. നമ്മൾ സ്ട്രെസ് അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് കൂടുതൽ തോതിൽ നമുക്ക് വേണം. നമ്മൾ സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ നമുക്ക് വേണം. ആൻഡ് നമ്മൾ ഇഞ്ചേർഡ് ആണെങ്കിൽ ഇത് കൂടുതൽ നമുക്ക് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയേ. ആർജിനിൻ, സിസ്റ്റൈൻ, ട്രയോസിൻ, ഗ്ലൂട്ടമിൻ, പ്രോലൈൻ, ഇതൊക്കെ അല്ലേ. ഈ പ്രോലൈൻ ഒക്കെ ശരിക്കും സ്പോർട്സിൽ ഒത്തിരി അധികം നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്.
അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇമ്മ്യൂൺ ഫങ്ഷൻ, ഗ്രോത്ത് ആൻഡ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ എന്താണ് ഈ കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ പ്രവർത്തന രീതിയും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനിയുമുണ്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ് ഷേപ്പിനെയും സോള്യുബിലിറ്റിയും അടിസ്ഥാനപ്പെടുത്തിയും ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഷേപ്പിനെയും സോള്യുബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് മിക്സ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതിനൊരു ലിക്വിഡായിട്ട് മാറാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ അല്ലേ. അപ്പോൾ പ്രോട്ടീൻസിന് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്, അവരുടെ സ്ട്രക്ചറൽ ഷേപ്പ് അനുസരിച്ചും സോള്യുബിലിറ്റി അനുസരിച്ചും. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ശരിക്കും ഈ ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് അത് ഫൈബ്രസ് ആണോ അതോ ഇനി ഗ്ലോബുലാർ ആണോ എന്ന് നിർണ്ണയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഹാവ് ലോങ് അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. നൂല് പോലത്തെയുള്ള ലോങ് സ്ട്രക്ചേഴ്സ് ആണ് അതിനുള്ളത്. ടിപ്പിക്കലി ദേ ആർ ഇൻസോള്യുബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ അതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് എന്താ ചെയ്യുന്നത്? ഇത് ഗിവ് എ മെക്കാനിക്കൽ സപ്പോർട്ട്, സ്ട്രെങ്ത് ആൻഡ് പ്രോട്ടീൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ടിഷ്യൂസ്. അപ്പോൾ അതിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക, സ്ട്രെങ്ത് കൊടുക്കുക, ടിഷ്യൂസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. വെള്ളത്തിൽ ഇൻസോള്യൂബിൾ ആണ്. ആൻഡ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് കൊളാജൻ ഇസ് ഫൗണ്ട് ഇൻ സിൽക്ക്, ഇൻ ടെൻഡൻസ്, ലിഗമെന്റ്സിലുണ്ട്. ആൻഡ് ആ ഒരു ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, നമുക്ക് പെട്ടെന്ന് കീറിക്കളയാനായിട്ട് കഴിയില്ല അല്ലേ. ആ ഒരു ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പം സ്ട്രക്ചറൽ സപ്പോർട്ടാണ് അവിടെ തരുന്നത്. പിന്നെ കെരാറ്റിൻ. ഇപ്പോൾ കെരാറ്റിൻ ഇറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ഹെയർ, നെയിൽസ്, സ്കിൻ ആൻഡ് ഇറ്റ് റെസിറ്റ്സ് ഡീഗ്രഡേഷൻ. അപ്പോൾ ഡീഗ്രഡേഷനെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹൈ റിജിഡിറ്റി അവിടെ തരുന്നു എന്നുള്ളതാണ്. റിജിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിൻ്റെ നിലപാടിൽ നിന്ന് വിട്ടു മാറുന്നില്ല എന്നുള്ള ആ ഒരു റിജിഡ്, ഒട്ടും ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ്. ദെൻ വി ഹാവ് എലാസ്റ്റിൻ. എന്ന് പറയുന്നത് ഇസ് പ്രസന്റ് ഇൻ ഇലാസ്റ്റിക് ടിഷ്യൂസ്, സ്കിൻ, അതേപോലെ ബ്ലഡ് വെസൽസ്. അപ്പം എലാസ്റ്റിൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് അലൗസ് ടിഷ്യൂസ് ടു റെസ്യൂം ദിയർ ഷേപ്പ് ആഫ്റ്റർ സ്ട്രെച്ചിങ് ഓർ കോൺട്രാക്റ്റിംഗ്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുകയോ കോൺട്രാക്ട് ചെയ്യുകയോ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ എലാസ്റ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫൈബ്രസ് പ്രോട്ടീൻസിൻ്റെ ഫങ്ഷനിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു നേച്ചർ, ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് വളരെ റിജിഡ് ആണ് ആൻഡ് അത് ഇൻസോള്യൂബിൾ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഫൈബ്രസ് പ്രോട്ടീൻസിന് ആ ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിലും പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഒക്കെ തരുന്നതിനുമായിട്ട് ഇതിന് ഒരുപാടധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. ഇനി ഓൺ ദി അതർ ഹാൻഡ് എന്താണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്? ഈ ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം മറ്റത് ഇലോങ്ങേറ്റഡ് ആണെങ്കിൽ ഇത് കോമ്പാക്റ്റ് ആൻഡ് സ്ഫെറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഒരു സ്ഫിയർ എങ്ങനെയാണ്? സ്ഫെറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് ജനറലി ദേ ആർ സോള്യുബിൾ ഇൻ വാട്ടർ. പൊതുവെ വെള്ളത്തിൽ സോള്യുബിൾ ആണ്. അവരുടെ ഫങ്ഷണൽ റോൾസ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫങ്ഷണൽ റോൾസ് ആണ്. അതായത് കാറ്റലിസിസിൽ ഫങ്ഷൻ ചെയ്യും, ട്രാൻസ്പോർട്ടിൽ ഫങ്ഷൻ ചെയ്യും ആൻഡ് റെഗുലേഷനിലും ഫങ്ഷൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എൻസൈംസ്, ഹോർമോൺസ്, ഹീമോഗ്ലോബിൻ ഇറ്റ്സെൽഫ് ആൻഡ് മയോഗ്ലോബിൻ. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. എൻസൈംസിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ അമൈലേസ്, ലിപ്പേസ്, പെപ്സിൻ, ഇതൊക്കെ നോക്കിയാൽ ഇതെല്ലാം എന്താ പറയേണ്ടത്, ബയോകെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന ഏജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. റൈറ്റ്. ആൻഡ് ഹോർമോൺസ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലൂക്കഗോൺ എന്നൊക്കെ പറയുന്നത് റെഗുലേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ആൻഡ് മറ്റ് അനേകം മെറ്റബോളിക് പ്രോസസ്സസ്. അവിടെ റെഗുലേഷൻ എന്ന ഫംഗ്ഷൻ അവിടെ വരുന്നത്. ഹീമോഗ്ലോബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ അത് ഒരു ഓക്സിജൻ ക്യാരിയിങ് പ്രോട്ടീൻ ആണ് അല്ലെ. റെഡ് ബ്ലഡ് സെൽസിൽ
ആൻഡ് അതിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ തന്നെയാണ് ഫ്രം ദ ലങ്സ് ടു ടിഷ്യൂസ് ആൻഡ് ത്രൂ ഔട്ട് ദ ബോഡി അല്ലേ. ആൻഡ് മയോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ മസിൽ ടിഷ്യൂസിലാണ് മയോഗ്ലോബിൻ ഉള്ളത്. ആൻഡ് മയോഗ്ലോബിൻ സ്റ്റോഴ്സ് ആൻഡ് റിലീസസ് ഓക്സിജൻ. അപ്പോൾ മസിൽ ആക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മയോഗ്ലോബിൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ സിലബസിലെ നമ്മൾ സബ് ടോപ്പിക്സ് നമുക്ക് ഡെഫിനിഷൻ അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ക്ലാസിഫിക്കേഷൻ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ളത് പ്രോപ്പർട്ടീസ്, സോഴ്സസ്, ബയോളജിക്കൽ റോൾ, ബയോളജിക്കൽ വാല്യൂ, മെറ്റബോളിസം, ഡെഫിഷ്യൻസി ഡിസീസസ് ആൻഡ് ഇൻബോൺ എറേഴ്സ്. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത പാർട്ടിൽ വി വിൽ സ്റ്റാർട്ട് ദ ഡിസ്കഷൻ വിത്ത് പ്രോപ്പർട്ടീസ്. ഓക്കെ, ആൻഡ് മേ ബി നമുക്ക് സോഴ്സസും കൂടെ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് ബയോളജിക്കൽ റോളിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മുതലുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു ഫോം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് യു ക്യാൻ ഓൾസോ ജോയിൻ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് എന്നുള്ളത്. ഇപ്പോൾ ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട്സ് കിട്ടും, അതോടൊപ്പം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാ ടോപ്പിക്സിനെയും ബേസ് ചെയ്ത് ക്വിസ് ഉണ്ടാകും, മോഡൽ എക്സാംസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, ലൈവ് ക്ലാസ്സസ്, അങ്ങനെ തുടങ്ങി ഒട്ടനേകം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി ഉണ്ടാകും. അപ്പം ഒന്നുകിൽ യു ക്യാൻ കോൺടാക്ട് മീ ഡയറക്ട്ലി. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.